വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും വന്നേക്കുന്നത് വണ്ടിയുടെ ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളും ചെയ്യാൻ തന്നെയാണ്. റിവ്യൂ മീൻസ് അതായത് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചില ആളുകൾ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചായിരുന്നു. പിന്നെ ഞാൻ ഈ വണ്ടിയുടെ അഡീഷണലായിട്ട് ചെയ്ത് കണ്ടപ്പോൾ തന്നെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ട് അതിനെ പറ്റി ഒന്ന് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എത്ര രൂപ കോസ്റ്റായി, എവിടെയാണ് ഞാൻ ചെയ്തത്, എന്താണ് ഏതാണെന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാം. നമുക്ക് അകത്തുനിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങിയേക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഡിസ്പ്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇത് ആവറേജ് ഒരു 9 സംതിങ് 9 തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് 9 രൂപയുടെ ലെവലിലാണ് ഈ 9 ഇഞ്ച് ഞാൻ ചെയ്തേക്കുന്നത്. വിത്ത് ക്യാമറയാണ് ചെയ്തേക്കുന്നത്. ഏകദേശം വണ്ടി സ്റ്റാർട്ട് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറയും കൂടി കാണിച്ചു തരാം. റിവേഴ്സ് ക്യാമറ ഞാൻ 360 ആണ് കൊടുത്തേക്കുന്നത് റിവേഴ്സ് ക്യാമറ. അപ്പോൾ റിവേഴ്സ് ക്യാമറ ഇടുമ്പോൾ നമുക്ക് ഇതേണ്ടേ പുറകിൽ നമുക്ക് ഈ സൈഡ് കണ്ടോ. ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു ക്യാമറ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എബോ ഇവിടെ കൊണ്ടുള്ള ഒരു വ്യൂ കിട്ടത്തുള്ളൂ. ഇങ്ങനൊരു വ്യൂ, ഇങ്ങോട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് റിവേഴ്സ് ക്യാമറ 1200 രൂപയാണ്, 360 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഒരു പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10,200 ആ ലെവലിൽ എനിക്ക് വന്നിട്ടുള്ളൂ. ഈ ഒരു ഡിസ്പ്ലേയും വിത്ത് ക്യാമറ വെക്കാനായിട്ട് വന്നിരിക്കുന്ന വില. പിന്നെ ഞാൻ അഡീഷണലായിട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാംറസ്റ്റ് ആണ്. ഹാംറസ്റ്റ് ഇതിന് ഏകദേശം വരുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ ആ ലെവലിലെ ഹാംറസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ അതൊന്ന് നശിപ്പിച്ച് പിള്ളേരൊക്കെ പടം കൂടി നശിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടാക്കി ഒന്ന് നശിപ്പിച്ച് വെച്ചേക്കുവാണ്. ഒരു 1200 രൂപ ആയപ്പോൾ വരുന്നുള്ളൂ. പിന്നെ താഴെ ഇപ്പോൾ നമുക്ക് ഇടുമ്പോൾ വൃത്തിയാക്കാറുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സാധാ ഇതും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എപ്പോഴും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ടെസ്റ്റ് നല്ലതായിട്ട് പിടിക്കും. അപ്പോൾ അത് ഈ ഭാഗം കൊണ്ട് നമുക്ക് കാണത്തില്ല. ഇതൊന്നും തൊട്ടിക്കുളഞ്ഞാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കടന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ കിടന്ന ഈ വീൽ കപ്പ് ഏകദേശം എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 800 രൂപ ആ റേഞ്ചിലേ വന്നിട്ടുള്ളൂ. ഷോറൂം ബേസ് നോക്കുവാണെങ്കിൽ 1200 രൂപ വില പറയുന്നുണ്ട് അവർ. പിന്നെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ തന്നെ ഈ ബമ്പറിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു സാധനം, ഇതിൻ്റെ പേര് കുറച്ച് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഷോറൂമിൽ എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ഈ സാധനം നമുക്ക് കിട്ടത്തില്ല. നോർമലായിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലുക്ക് ബേസിൽ തന്നെ നമ്മൾ ലോങ്ങിലോട്ടൊക്കെ വന്ന് നോക്കുമ്പോൾ തന്നെ വേറെ ലെവലാണ് വണ്ടി. ഇത് കണ്ടിട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര രൂപ കോസ്റ്റ് എന്നുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 രൂപ വരുന്നുണ്ട്, 6,500 ആ റേഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടും പിന്നെ അതുപോലെ തന്നെ ബാക്കും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് കണ്ടോ, ബാക്ക് മാരക ലുക്കാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാരക ലുക്കിലാണ് ബാക്കിലും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വാഗണറിൻ്റെ ഒരു ആ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഈ എക്സോസ്റ്റ് മാരൊക്കെ തോന്നും നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് വരുത്തിച്ച സാധനമാണ്. കട്ടപ്പനയിലാണ് ചെയ്ത് വെച്ചേക്കുന്നതും, പക്ഷേ ഇത് മലപ്പുറത്തു നിന്നാണ് ഞാൻ വരുത്തി വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ ആസ് യൂഷ്വൽ നോർമലായിട്ട് തന്നെ ഇതിന് ആപ്പാട് 800 രൂപ ആ റേഞ്ചിൽ വരുന്നുള്ളൂ. ഇപ്പോൾ റെയിൻ ഗാർഡ് വരാണെങ്കിൽ 1000 രൂപ. സ്പോയിലർ ഞാൻ വെച്ചേക്കുന്നത് 3,500-നാണ് സ്പോയിലർ ഞാൻ സ്പോയിലർ വെച്ചേക്കുന്നത് 3,500-നാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഈ ഒരു ഇത്രയും ഇൻറ്റീരിയർ ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഷോറൂം ബേസിൽ ഷോറൂമിൽ ഞാൻ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ എന്നോട് ഇതൊക്കെപ്പാടെ ചെയ്തെടുക്കാൻ അവർ പറഞ്ഞിരിക്കുന്ന വില എന്ന് പറഞ്ഞെങ്കിൽ 28,000 രൂപയാണ് എന്നോട് ഈ ഇത്രയും സാധനങ്ങൾ അവർ ഫിറ്റ് ചെയ്യുന്നത്. ഈ സാധനം ഈ ഫ്രണ്ട് കിടക്കുന്ന ഈ ബമ്പർ വെറും 6,500-ന് ചെയ്ത സാധനം അവിടെയൊക്കെ പോയി ചോദിക്കുമ്പോൾ 8-9 ഒക്കെ എന്നോട് പറഞ്ഞത്. ഈ 2 സാധനം അങ്ങോട്ടും ചെയ്യുന്നതിന് 2. പിന്നെ അഡീഷണലി ഇപ്പം ഈ ഫോഗ് ലാമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2 രൂപ അടുത്ത് ഫോഗ് ലാമ്പിന് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പവർ കൂടിയതാണ്, അത് കാരണം കൊണ്ടായിരിക്കാം മേ ബി അത്ര വില വന്നത്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ബേസിലായിട്ടുള്ള ഒരു മറ്റേ 2 സൈഡിലും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്കൊരു ലൈറ്റില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. പിന്നെ തന്നെ നമ്മൾ ബൾബിൻ്റെ അകത്തൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു നല്ല രസമാണ് രാത്രിയിലൊക്കെ കാണാൻ. പക്ഷെ അത് നമുക്ക് രസമായിരിക്കും, MVDക്ക് അത് വലിയ രസം തോന്നത്തില്ല. അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞെങ്കിൽ MVDക്ക് അത് പിടിക്കത്തില്ല. ഇപ്പോൾ കാണാമല്ലോ, ഈ കാണുന്നുണ്ടോ, ഇതൊക്കെ പാടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത്. പിന്നെ ഈ യെല്ലോ ലൈറ്റ്, ഈ കത്തുന്ന യെല്ലോ ലൈറ്റ് നമ്മളിപ്പോൾ ഈ 4 ഇൻഡിക്കേറ്റർ ഇട്ട കാരണം കൊണ്ടാണ് ഈ യെല്ലോ ലൈറ്റ് കത്തുന്നത്. ആ 4 ഇൻഡിക്കേറ്റർ ഞാൻ ഓഫാക്കി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഈ 4 ഇൻഡിക്കേറ്റർ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സമയത്ത് നമുക്ക് ഈ നൈറ്റിലൊക്കെ വൺ വ്യൂ ആണ് കേട്ടോ അതിൻ്റെ ഇത് കാണാമെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഉണ്ടാവും 2 സൈഡിലായിട്ട് വൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതൊക്കെ പാടപ്പം ചെയ്തെടുക്കാൻ എനിക്ക് വന്നേക്കുന്ന തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 16,000 രൂപ വന്നിട്ടേ ഉള്ളൂ. വെറും 16,000 രൂപയ്ക്കാണ് ഞാൻ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തേക്കുന്നത്. ഷോറൂമിൽ ഞാൻ പറഞ്ഞില്ല 28 സംതിങ് ആണ് എന്നോട് പറയുന്ന വില.
അതായത് വീൽ കപ്പ്, സ്പോയിലർ, പിന്നെ റെയിൻ ഗാർഡ്, പിന്നെ ഈ ബമ്പറിൻ്റെ ഇവിടുത്തെ വരുന്നത് ഫോഗ് ലാമ്പ്, ഇതെല്ലാം കൂടി അവർ പറയുന്ന വില എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ താഴത്തെ ഫ്ലോർ മാറ്റിന് ഞാൻ ഏകദേശം കൊടുത്തേക്കുന്നത് 2000 രൂപ ഫ്ലോർ മാറ്റിന് ഞാൻ കൊടുത്തേക്കുന്ന വില. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഷോറൂമുകാരെ നമ്മളെ കൊല്ലുവാണ്. പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ സർവീസ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞു 44,860 എൻ്റെ വണ്ടിയുടെ സർവീസ്. ഇപ്പോൾ ഞാൻ 44,860 ഞാൻ എൻ്റെ സർവീസ് ഞാൻ കൊടുത്തേക്കുന്നത് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കൊടുത്തേക്കുന്നത്. പൊതുവേ ഞാൻ എവിടെയും വിളിക്കാണ്ട് ഞാനൊരു ഷോറൂമിൽ കൊണ്ട് കൊടുക്കാറായിരുന്നു പതിവുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് തോന്നിയത് ചീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന സംശയം കാരണം കൊണ്ടാണ് വെറും ഞാൻ 4ാമത്തെ സർവീസ് 4,838 രൂപക്കാണ് ഞാൻ എൻ്റെ 4ാമത്തെ സർവീസ് ചെയ്തത്. അതുമാത്രമല്ല, ഞാൻ പല ഷോറൂമിലും വിളിച്ചും പല റേറ്റാണ് പറഞ്ഞേക്കുന്നത് എന്നോട്. ഒരു ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 8,000 സംതിങ്, മറ്റൊരു ഷോറൂമിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 9,800. അങ്ങനെ പല റേഞ്ചാണ് എന്നോട് സർവീസ് കോസ്റ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളെല്ലാ ഷോറൂമിലും വിളിക്കുക സർവീസ് ചെയ്യുന്ന സമയത്ത്, ഒറ്റ ഷോറൂമിൽ നമ്മൾ ഒരിക്കലും വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോറൂമുമായിട്ട് നമ്മൾ, അതായത് ചിലപ്പോൾ ഒരാൾ കാണാം ഒറ്റ ഷോറൂമിൽ അവന് നമുക്ക് അവിടെ വിശ്വസിക്കാം അങ്ങനെയുള്ള ലെവലിൽ, വിശ്വസിക്കാം, പക്ഷേ അവർ നമ്മൾ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. എനിക്ക് വരുന്നത് 4,838 രൂപ. ബില്ല് ഞാൻ സഹിതം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബില്ല് എൻ്റെ അടുത്തുണ്ട്. ബില്ല് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബില്ലിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങളൊന്ന് സൂം ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് നമ്മുടെ എല്ലാ ഷോറൂമിലും വിളിച്ച് പറയുന്ന അതേ ഒരു ഇവരെ മാറ്റിയേക്കുന്നത്. ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ ഗ്യാസ് കിറ്റ്, അലൈൻമെൻറ്റ്, പിന്നെ ഫിൽറ്റർ ഓയിൽ, പിന്നെ വാട്ടറിൻ്റെത്, ടാങ്ക്, അങ്ങനെ എണ്ണിക്കേണ്ട എല്ലാ സാധനവും ഇവരെല്ലാ ഷോറൂമിലും പറയുന്ന അതേ സാധനം തന്നെയാണ് ഈ സാധനമൊക്കെ മാറ്റിയേക്കുന്നത്. ഇതിപ്പോൾ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഡേറ്റ് നോക്കിയെങ്കിൽ മനസ്സിലാവാൻ പറ്റും ഞാൻ എവിടെ നിന്നാണ് മാറ്റിയത്. ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റ് എനിക്ക് എത്ര രൂപ വില വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് എനിക്ക് വന്നേക്കുന്നത് 4,834 രൂപയാണ് എൻ്റെ സർവീസ് ചാർജ് വന്നേക്കുന്നത്. ഏകദേശം കിലോമീറ്റർ ഇതിനകത്ത് തന്നെ കൊടുത്തു കാണുമോ അറിയത്തില്ല. അതെ 44,935 കിലോമീറ്ററിലാണ് ഞാൻ ഫോർത്ത് സർവീസ് കൊടുക്കുന്നത്. സോ എനിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ലൈറ്റായി പോയതുകൊണ്ട് മാത്രമാണ് അത്ര താമസം വന്നത്. അപ്പോൾ അതും കൂടി നമ്മളെല്ലാം ശ്രദ്ധിക്കുക. സർവീസ് കൊടുക്കുക മാത്രം പോരല്ല, നമുക്ക് പൈസയും കോസ്റ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ അവർ മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞെങ്കിൽ വണ്ടിയെ സംബന്ധിച്ച് വണ്ടി എടുത്തിട്ട് നമ്മൾ ഒരിക്കലും ചീറ്റിങ് ചെയ്യാൻ പാടില്ല, ചീറ്റാകരുതല്ല. അതുകൊണ്ട് അതും പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഷോറൂമിൽ നിന്ന് ഇങ്ങനെയുള്ള വക വസ്തുക്കളൊന്നും മാറ്റരുത്. നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നപ്പോൾ അവൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോറൂമിൽ പോയിട്ട് അവൻ്റെ കടയിൽ പോയിട്ട് തന്നെ ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വേണമെച്ചാൽ കാണിച്ചു തരാം. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ അവൻ്റെ നമ്പറും കാര്യങ്ങളും കടയുടെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.